മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ സോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻസ് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. എ ബിസിനസ് കനോട്ട് റൺ എഫിഷ്യൻ്റ്ലി ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് അഡ്വക്കേറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് അഡ്വക്കേറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് വേണം, ബിസിനസ് റിക്വയർമെൻറ്റ്സൊക്കെ ക്യാപിറ്റലൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് അത്യാവശ്യമാണ്. ഫിനാൻസിനെ അതിൻ്റെ പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ, അതുപോലെ തന്നെ മീഡിയം ടേം ക്യാപിറ്റൽ, ലോങ് ടേം ക്യാപിറ്റൽ. ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 months ഇറ്റ് ഈസ് ടേംഡ് ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ. 12 മാസത്തിൽ താഴെ, ഒരു വർഷത്തിൽ താഴെയുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിന് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ പീരീഡ് റേഞ്ചിങ് 1 to 5 years. എന്ന് വെച്ചാൽ 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയം ടേം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇത് ദ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി ഫിനാൻസ്ഡ് ത്രൂ മീഡിയം ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ഈ മീഡിയം ടൈം ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ പീരീഡ് എക്സീഡിങ് 5 years, 5 വർഷത്തിൽ കൂടുതലുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ഫിനാൻസ്ഡ് ബൈ ലോങ് ടേം ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽസ് ഒക്കെ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ഇത് പറയുന്നത്, ദ ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻക്ലൂഡ് ദ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡെപ്റ്റ്, ടേം ലോൺസ് ആൻഡ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ലോങ് ടേം സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, ഡെപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുന്ന ടേം ലോൺസോ അങ്ങനെ എന്തോ ആയിരിക്കാം നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് എന്ന് വെച്ചാൽ ലോങ് ടേം ഫിനാൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സോഴ്സസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം. ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റലിനെ ഓരോ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിൽ ഓരോ ഈക്വൽ പാർട്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർസ്. ഈ ഷെയർ പിന്നീട് പബ്ലിക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പബ്ലിക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് എന്ത് ചെയ്യും, ഓരോരുത്തർ പർച്ചേസ് ചെയ്യും. എന്നിട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം അവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ മണി നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ഷെയർസിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദ ഷെയർസ് മേ ബി ഇഷ്യൂഡ് ബൈ കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഓർ ബൈ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു പുതിയ കമ്പനി അവരുടെ ഇൻകോർപ്പറേഷന് ശേഷമോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനിയോ ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഷെയർസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. ഇനി എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുപോലെ എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന ഹെഡിങ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? ദി ഇക്വിറ്റി ക്യാപിറ്റൽ റെപ്രസെൻറ്റ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കോൺട്രിബ്യൂഷൻ വരുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദേ ആർ ദി ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഡിവിഡൻഡ് റേറ്റ് എന്തല്ല, ഫിക്സഡ് അല്ല, കാരണം ഓണേഴ്സ് ആണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ബാക്കി വരുന്ന റെസിജ്വൽ പ്രോഫിറ്റ് എന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് നമുക്ക് വാരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് ആവില്ല അടുത്ത വർഷം. അതുകൊണ്ട് പ്രോഫിറ്റ് വാരി ചെയ്യുന്നതോടുകൂടെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. ദ ഇക്വിറ്റി ഡിവിഡൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. It is not obligatory to pay dividend even the company has sufficient profit. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ലോസ് വരുന്ന സമയത്ത് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം റിയൽ ഓണേഴ്സ് ആണ്. അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടിക്കോളണം എന്നൊന്നും ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ?
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇവർക്ക് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പറഞ്ഞു ഫിക്സഡ് അല്ല. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമാണ് ആർക്ക് കൊടുക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും എന്തല്ല, ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് അല്ല. ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫറൻഷ്യൽ റൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പോയിന്റും കൂടെ പറയുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തുണ്ടായിരിക്കില്ല? വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. ദ ആൾസോ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദി കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇൻ പ്രയോറിറ്റി ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ റീപേയ്മെൻറ്റ് ക്യാപിറ്റലൊക്കെ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആ കേസിൽ ആദ്യം കൺസിഡർ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റലും എന്ത് തന്നെയാണ്? നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഫിനാൻസ് ആണ്. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം ഫിനാൻസ് ആണ് ഡിബഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ എന്താ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോവിങ്സ് ആണ്. നമ്മൾ കട എടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സിൻ്റെ പക്ക മലയാളം മീനിങ് ആണ് കടപ്പത്രമാണ്. ദ ഡിബഞ്ചേഴ്സ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഡിബഞ്ചേഴ്സ് എന്താണ്? ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫോർ റൈസിങ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു പേപ്പറാണ് എന്ത് പറയുന്നത്? കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ബീങ് ക്രെഡിറ്റേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. ഹാവ് നൈദർ വോട്ടിംഗ് പവേഴ്സ്. ഇവർക്ക് എന്തുണ്ടായിരിക്കില്ല? വോട്ടിംഗ് പവേഴ്സ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ പോളിസി മേക്കിങ്ങിലൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സ് തീർച്ചയായും ആരാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. അവർ ഔട്ട്സൈഡേഴ്സ് ആണ്. ഡെപ്റ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു കടപ്പത്രം അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു പേപ്പർ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് പറയുന്നത്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈവൻ ഇഫ് ആൻ കമ്പനി ഇൻക്വേഴ്സ് ലോസസ്. കമ്പനി ഒരു പക്ഷേ നഷ്ടത്തിലാണെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. ദ ഡിബഞ്ചേഴ്സ് ഫണ്ട്സ് ആർ അവൈലബിൾ ഫെയർലി ഫോർ ലോങ് ഡ്യൂറേഷൻ. നീണ്ട കാലയളവിനാണ് എന്ത് ചെയ്യുന്നത്? ഡിബഞ്ചർ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിബഞ്ചറും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഫിനാൻസ് ആണ്. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം ഫിനാൻസ് ആണ് ടേം ലോൺസ്. അപ്പോൾ എന്താണ് ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ സാധാരണ എടുക്കുന്ന ലോണുകളില്ലേ, അതിനെ പറയുന്ന പേരാണ് ടേം ലോൺ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു റൈസിങ് ഫണ്ട് ത്രൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ ഫിനാൻസിങ്. എന്ന് വെച്ചാൽ നമുക്ക് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഇൻറ്റേർണൽ ഫിനാൻസിങ് ഒക്കെ നടത്തി. എന്നിട്ടും എന്തല്ല, കമ്പനിക്ക് അവർക്ക് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ലോൺ എടുക്കും. മീഡിയമോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലോൺ റൈസ് ചെയ്യാറുണ്ട്. A term loan is guaranteed on the basis of formal agreement between borrower and a lending institution. ബോറോവറും ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബോറോവർ എന്ന് വെച്ചാൽ നമ്മളാണ്, കട എടുക്കുന്ന ആളാണ്. ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത് പറയുന്നത്? ടേം ലോൺസ് എന്ന് പറയുന്നത്. ബിസിനസ് വെഞ്ചേഴ്സിന് ആണ് എന്ത് ചെയ്യുന്നത്? ടേം ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് ടേം ക്യാപിറ്റലാണ് ഒരു ടേം ലോൺ വഴി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടേം ലോൺ. ടേം ലോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ടേം ലോണിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ടേം ലോണിൻ്റെ നോർമലി ഉള്ള കാലാവധി 5 മുതൽ 8 വർഷം വരെയാണ്. പക്ഷേ ചില കേസുകളിൽ എന്ത് ചെയ്യാറുണ്ട്? മെച്യൂരിറ്റി പീരീഡ് 10 വർഷം വരെ എക്സ്റ്റൻഷൻ കൊടുക്കാറുണ്ട്. അത് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് 1 മുതൽ 2 വർഷം വരെ ഒരു മൊറട്ടോറിയം പീരീഡ്, എന്ന് വെച്ചാൽ നമ്മൾ ലോൺ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ 1-2 വർഷം ലോൺ തിരിച്ചടക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊറട്ടോറിയം പീരീഡ്. ആൻഡ് മൊറട്ടോറിയം പീരീഡ് ടേം ലോൺ എടുക്കുന്ന കേസിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ടേം ലോണിൻ്റെ കേസിൽ പറയുന്നത്. ടേം ലോണും കമ്പനി പ്രിഫർ ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഫിനാൻസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ. The term venture capital comprises of 2 words. വെഞ്ചർ ക്യാപിറ്റലിൽ എന്തുണ്ട്? 2 വേർഡുകളുണ്ട്. ഏതൊക്കെയാണ്? വെഞ്ചറും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കോഴ്സ് ഓഫ് പ്രൊസീഡിങ് അസോസിയേറ്റഡ് വിത്ത് റിസ്ക് അസോസിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഞ്ചർ എന്ന് പറയുന്നത്. ദ ഔട്ട്കം വിച്ച് ഈസ് അൺസേർട്ടൻ. ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? അൺസേർട്ടൻ, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതായിരിക്കും. ഇനി ക്യാപിറ്റൽ മീൻസ് എന്താണ്? റിസോഴ്സസ് ടു സ്റ്റാർട്ട് ആൻ എൻ്റർപ്രൈസസ്. ഒരു എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റിസോഴ്സസിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് വെഞ്ചർ ക്യാപിറ്റൽ എന്താണ് പറയുന്നത്? റെഫേഴ്സ് ടു ഗിവിങ് ക്യാപിറ്റൽ ടു എൻ്റർപ്രൈസ് ദാറ്റ് ഹാസ് റിസ്ക് ആൻഡ് അഡ്വെഞ്ചർ. നമ്മൾക്ക് എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ ഒരു റിസ്കിനും അഡ്വെഞ്ചറിനും, ഒരു കമ്പനിയുടെ റിസ്കിനും അഡ്വെഞ്ചറിനും വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഹൈ റിസ്കി പ്രൊജക്റ്റ്. എന്ന് വെച്ചാൽ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹൈ റിസ്കി പ്രൊജക്റ്റിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് വെഞ്ചർ ക്യാപിറ്റലിൽ പറയുന്നത്.
നെക്സ്റ്റ് വരുന്ന ലോങ് ടേം ഫിനാൻസ് ആണ് ലീസ് ഫിനാൻസ്. ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ കടം മേടിക്കുക ഒക്കെ തന്നെ ലീസിൽ പറയുന്നത്. ദ ലീസ് ഫിനാൻസ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ലോങ് ടേം ഫിനാൻസ്. ലോങ് ടേം ഫിനാൻസിൻ്റെ വൺ ഓഫ് ദി മെത്തേഡാണ് ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ലീസ് ഈസ് എൻ റൈറ്റ് ടു യൂസ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ ഉപയോഗിക്കാനുള്ള അവകാശം മാത്രം നേടിയെടുക്കുക. ഇപ്പോൾ നമ്മൾ വണ്ടികൾ റെൻറ്റിന് എടുക്കാറുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ റെൻറ്റിന് എടുക്കുന്ന സമയത്ത് വണ്ടി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വെഹിക്കിൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പേരിലേക്ക് മാറ്റുന്നില്ല. പകരം എന്ത് മാത്രമാണ് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കിട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റാണ് ഇവിടെ കിട്ടുന്നത്. അതിനെയാണ് ലീസ് എന്ന് പറയുന്നത്. ഇൻ എ ലീസ് ഡീൽ ദ ഓണർ അലോ ടു യൂസ് ദ അസറ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഫോർ എ കൺസിഡറേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ലീസിൽ ആ അസറ്റിൻ്റെ ഓണർ എന്ത് ചെയ്യുകയാണ്? അസറ്റ് കൊടുക്കുകയാണ് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ. ഇപ്പോൾ റെൻ്റൽ വാല്യൂ ഉണ്ടായിരിക്കും, ആ റെൻറ്റിന് ആ വാടകയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുകയാണ്? അസറ്റ് കൊടുക്കുകയാണ്. അവിടെ ഒരു പീരീഡും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 3 മാസം എന്നോ 1 വർഷം എന്നോ അങ്ങനെ പീരീഡും ലീസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. Thus, the lease finance can be explained as a contract between the owner of asset and the user of asset. എന്ന് വെച്ചാൽ യൂസർ ഓഫ് അസറ്റും ഓണർ ഓഫ് അസറ്റും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ലീസ് എന്ന് പറയുന്നത്. ദ ഓണർ ഓഫ് അസറ്റ് എന്ന് ഓണർ ഓഫ് അസറ്റ് എന്ത് ചെയ്യാണ്? യൂസർക്ക് ഒരു കൺസിഡറേഷനിൽ ഒരു എമൗണ്ടിൽ അസറ്റ് യൂസ് ചെയ്യാനുള്ള പവർ റൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അസറ്റിൻ്റെ ഓണറിനെ ലെസ്സർ എന്നും അസറ്റ് മേടിക്കുന്ന ആളെ യൂസ് ചെയ്യുന്ന ആളതിനെ ലെസ്സി എന്നുമാണ് പറയുന്നത്. അതിൻ്റെ പീരിയോഡിക് പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. വിച്ച് റിക്വയർഡ് ടു പെയ്ഡ് ബൈ ദി ലെസ്സി ഫോർ യൂസിങ് അസറ്റ്. ലെസ്സി എന്ത് ചെയ്യാണ്? അസറ്റ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ലീസ് റെൻ്റൽ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ അത്രയാണ് ലീസ് ഫിനാൻസിൽ വരുന്നത്. ഈ ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലോങ് ടേം ഫിനാൻസ് ആണ്. കാരണം നമ്മൾ അസറ്റ് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിൽ പറയുന്നത് ദർ ആർ സെവറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഗിവിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് എൻ്റർപ്രണേഴ്സിന്. അതിൽ എക്സാമ്പിൾസ് ആണ് IDBI, IFCI, SIDBI, നബാർഡ് തുടങ്ങിയവരൊക്കെ എന്താണ്? ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസസ് ആണ്. നെക്സ്റ്റ് ആണ് റിട്ടേൺഡ് ഏർണിങ്സ്. റിട്ടേൺഡ് ഏർണിങ്സ് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരിക്കലും അതിൻ്റെ എൻറ്റയർ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ചിലപ്പോൾ ഒരു 75 രൂപ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്താലും 25 രൂപ കമ്പനി എന്ത് ചെയ്യും? ആ കമ്പനിയിൽ നിർത്തും. ആ 25 രൂപേനെ എന്ന് വെച്ചാൽ ആ റിമൈനിങ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഫിറ്റ് ഫ്യൂച്ചറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ആ കമ്പനിയിൽ റിട്ടേൺ ചെയ്യണം. അതിനെയാണ് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ദ അമൗണ്ട്സ് ഓർ റിട്ടേൺഡ് ഇൻ ദി ബിസിനസ് ഈസ് നോൺ ആസ് റിട്ടേൺഡ് ഏർണിങ്സ്. ബിസിനസ്സിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടേൺഡ് ഏർണിങ്സ്. അപ്പോൾ ഇത്രയാണ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസിൽ പ്രധാനമായിട്ടും പറയുന്നത്.